രക്തയോട്ടം കൂട്ടാനുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം, ഒരു ചെലവില്ലാതെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ലഭ്യമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതും ഓരോ ദിവസവും വെറും 60 സെക്കൻഡ് ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വളരെ ഈസി ആയിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളൊരു വ്യക്തി തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ശരീരത്തിലെ രക്തക്കുഴലുകൾ ചുങ്ങി പോകുന്നുണ്ട്. ഇതിനെ വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയും. അതേ വ്യക്തി തണുത്ത വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് രക്തക്കുഴലുകൾ വികസിക്കുന്നുണ്ട്. ഇതിനെ വാസോ ഡയലേഷൻ എന്ന് പറയും. ഇതൊരു സൈക്കിൾ പോലെയാണ്. രക്തക്കുഴലുകൾ ചുങ്ങുന്നു, പിന്നെ വികസിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും മസിലുകളിലേക്കും രക്തയോട്ടം വർദ്ധിക്കുകയാണ്. ഓക്സിജൻ കൂടുതലായിട്ട് എത്തുകയാണ്. രക്തക്കുഴലുകളുടെ എക്സർസൈസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു കോൾഡ് ഷവർ നമ്മൾ സ്ഥിരമായിട്ട് തുടരുകയാണെങ്കിൽ ഇതൊരു എക്സർസൈസ് ചെയ്ത് നമ്മൾ മസിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ രക്തക്കുഴലുകളുടെ കപ്പാസിറ്റി വല്ലാതെ വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കോൾഡ് ഷവർ ശരീരത്തിലെ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ കുത്തനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ശരീരത്തിന്റെ എഫിഷ്യൻസി ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് കോൾഡ് ഷവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പട്ടാളക്കാരൊക്കെ ട്രെയിൻ ചെയ്ത് ഫിറ്റാക്കി എടുക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾക്ക് നല്ലൊരു ട്രെയിനിങ് ആണ് കോൾഡ് ഷവർ. ഇത് മരുന്നുകളെ പോലെയല്ല, ഇതിന് സൈഡ് എഫക്ട് ഇല്ല. മാത്രമല്ല ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഇതിന്റെ റിസൾട്ടുകൾ കണ്ടു തുടങ്ങിയാണ്. 30 സെക്കൻഡ് ചൂടുവെള്ളം, 30 സെക്കൻഡ് തണുത്ത വെള്ളമായിട്ട് ഒരു 3-4 തവണ ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനത്തെ കുളി എപ്പോഴും തണുത്ത വെള്ളത്തിലാക്കുക. ഇങ്ങനെ പതുക്കെ ഓരോ ദിവസം കഴിയുന്നോറും ചൂടുവെള്ളം ഉപയോഗിക്കുന്നതിന്റെ സമയം കുറച്ച് കൊണ്ടുവരും. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കൈഭാഗവും കാൽഭാഗവും മാത്രം തണുപ്പ് വെള്ളം ഉപയോഗിക്കുക. തലഭാഗവും ചെസ്റ്റും പിന്നീട് മാത്രം ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. ഇങ്ങനെ നമ്മുടെ ശരീരം ഒന്ന് ട്രെയിൻ ആയതിനു ശേഷം പിന്നീട് സ്ഥിരമായിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ 60 സെക്കൻഡ് കോൾഡ് ഷവർ ചെയ്യുന്നത് പതിവാക്കി മാറ്റാം. നിങ്ങൾക്കറിയോ, ഒരു മോർണിംഗ് കോഫിയെക്കാളും വളരെയധികം എനർജി തരുന്ന ഒരു അനുഭവമാണ് രാവിലെയുള്ള കോൾഡ് ഷവർ. കോൾഡ് ഷവർ ചെയ്യാൻ പാടില്ലാത്ത ആളുകൾ, ഹൃദയത്തിന്റെ മിടിപ്പിന്റെ അസുഖങ്ങളുള്ളവർ, അതുപോലെ BP തീരെ കൺട്രോൾ ആവാത്തവർ, അതുപോലെ റെയ്നോൾഡ്സ് ഫിനോമിനൻ എന്ന് പറയുന്ന ഒരു രക്തക്കുഴലിന്റെ അസുഖമുള്ളവർ, ഇങ്ങനെയുള്ളവർ കോൾഡ് ഷവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ അസുഖം വന്ന് അതിന് റിക്കവറി ആവുന്നവർ പതിയെ മാത്രമേ കോൾഡ് ഷവറിലേക്ക് തിരിയാൻ പാടുള്ളൂ. എനിക്ക് തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. രക്തയോട്ടം കുറഞ്ഞിട്ട് കാലിൽ കടച്ചിലുള്ളവർ, കാലിൽ തരിപ്പുള്ളവർ, കയ്യിന് തരിപ്പുള്ളവർ, ഇങ്ങനെയുള്ളവർ 2-3 ആഴ്ച കോൾഡ് ഷവർ ഉപയോഗിച്ചതിന് ശേഷം അവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിയതായിട്ട് അവർ പറയാറുണ്ട്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അവരവരുടെ വീട്ടിലുള്ള വെറും വെള്ളം ഉപയോഗിച്ചിട്ടാണ് നേടിയെടുത്തത് എന്നുള്ളതാണ്. ഈ ആഴ്ച മുതൽ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് വന്നു എന്നുള്ളതും വീണ്ടും ഒന്ന് കമന്റ് ചെയ്യുക.